നമസ്കാരം. എനിക്കൊരു സങ്കടം പറയണമെന്ന് തോന്നുന്നു. കാരണം ഒരു 3-4 ദിവസം മുമ്പേ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം വിളിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം സംസ്ഥാന സർക്കാർ ജീവനക്കാരായിരുന്നു. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് വിരമിച്ചിട്ട് ലാസ്റ്റ് ഇയർ സ്റ്റാഫായിരുന്നു അദ്ദേഹം. അങ്ങനെ ഉയർന്ന പദവിയൊന്നുമില്ല. ഈ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന 2 പെൺമക്കൾ. അതിൽ മൂത്ത കുട്ടിയുടെ കല്യാണം വിളിക്കാനായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്, വീട്ടിൽ വന്നത്. സംസാരിച്ചിരുന്നപ്പോൾ പല കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, എത്രയോ 5-6 വർഷത്തെ അരിയർ കുടിശ്ശിക കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം പൊതുവിലൊരു ജനങ്ങളുടെ ഇടയിൽ ഒരു കാര്യമുണ്ട്, സർക്കാർ ജീവനക്കാരെല്ലാം ഭയങ്കര ശമ്പളത്തോടു കൂടിയാണ് കഴിയുന്നത് എന്നൊക്കെയുള്ളൊരു തെറ്റായ ധാരണയുണ്ട്. നല്ല ഉയർന്ന പോസ്റ്റിലിരിക്കുന്നവർക്കൊക്കെ അതിൻ്റേതായ ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കുടുംബപരമായിട്ട് ആസ്തി ഉള്ളവർക്കും അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തമായിട്ട് വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവർക്കും ഇങ്ങനെ 2 പെൺകുട്ടികൾ ഉള്ളത് ഈ ഒരൊറ്റ വരുമാനം കൊണ്ട് ഉന്തിത്തള്ളി പോകുന്ന ഡേ ടു ഡേ ലൈഫ് വളരെ പ്രയാസപ്പെട്ട് പോകുന്ന ആൾക്കാരുണ്ട്, നല്ലൊരു ശതമാനം ആൾക്കാർ. ഇപ്പോൾ ഇങ്ങനെയുള്ള 2019, 20 അങ്ങനെ എന്തോ ആണ് 5-6 വർഷത്തെ അരിയർ കുടിശ്ശിക കിട്ടാനുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം അതേ പറഞ്ഞ് ഈ കല്യാണത്തിൻ്റെ ചിലവുകളെയും അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാനെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ഇപ്പം പെൻഷൻ കിട്ടിയ പൈസ 2 മക്കളുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം, തികയത്തില്ല. അപ്പോൾ വളരെ ചിലവ് കുറച്ചൊക്കെയാണ് കല്യാണം നടത്തുന്നത്. ആർഭാടകരമായ ഒരു രീതിയിലുമല്ല. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ പുള്ളിക്ക് പറഞ്ഞ ഈ അരിയർ തുക, അരിയർ തുക തന്നെ 5-6 ലക്ഷത്തോളം കിട്ടാനുണ്ടെന്നാണ്. ഇത് എല്ലാ ജീവനക്കാർക്കും ബാധകമാണ്, പെൻഷനായവർക്കും എല്ലാവർക്കും. പറയപ്പെടുന്നത് എന്താണ്, സർക്കാരിന് പൈസ ഇല്ലെന്ന്. സർക്കാർ അനുഭാവികളോട് ചോദിച്ചാൽ തന്നെ അതെന്ത് ചെയ്യാൻ, സർക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലല്ലേ, ദാരിദ്ര്യത്തിലല്ലേ. എന്ത് ദാരിദ്ര്യം കാരണഭൂതം പോകുമ്പോൾ 30, 40, 50 എന്തൊക്കെ കാറുകൾ, എന്തൊക്കെ ചിലവുകൾ. കുറച്ച് നാളിന് മുമ്പ് കേരളം മുഴുക്കെ പ്രചരണത്തിന് വേണ്ടി 1.5 കോടിയുടെ ബസ് കാശ് കൊടുത്ത് ബസ് വാങ്ങിച്ച് ഭയങ്കര ഇതൊക്കെ നടത്തിയല്ലോ. എന്നിട്ട് എന്ത് നേടി? എന്തിനാണിതൊക്കെ? ഇവിടെ കേരളമല്ലേ, ഇവിടെ ഒരു ഭീകരവാദവും ഇല്ല. എന്തിനാണിത്? വോട്ട് പിടിക്കാനുള്ള ഓരോരോ തന്ത്രങ്ങൾ. മന്ത്രിമാർക്ക് ബുദ്ധിമുട്ടുമില്ല, അറിയാമോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സർക്കാർ ചെലവിലാണ് അവർ കഴിയുന്നത്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അവരുടെയൊക്കെ ശമ്പളങ്ങൾ മിച്ചമാണ്. അവർക്കൊന്നും അറിയാം എവിടെ പോയത്. ഒരു ചായ പോലും അവർക്ക് സ്വന്തം പോക്കറ്റിൽ നിർത്തി കുടിക്കേണ്ട ഗതിയില്ല, അതിൻ്റെ ആവശ്യമില്ല. എല്ലാം സർക്കാർ ചെലവ്. അപ്പം സാധാരണക്കാർക്കോ ഒരു ചായക്ക് വേണ്ടി സ്വന്തം പൗഡി ഇല്ലെങ്കിൽ പോയിട്ട് ഈ പറഞ്ഞ ആളിനൊക്കെ എന്തോ ബുദ്ധിമുട്ടിയായിരിക്കും ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. ഇപ്പം UDF സർക്കാരാണ് ഇവിടെ ഇരിക്കേണ്ടിയിരുന്നത് എങ്കിൽ ഇവർ കാണാമായിരുന്നു എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് ഇവർ ഇടിച്ചു കളഞ്ഞാൽ. അത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ അവിടെ ഞാൻ UDFനെ കുറ്റം പറയും. UDFന് പ്രതികരണമില്ല. എന്താണ് ചുമ്മാ കൊടുക്കുന്നല്ലോ, അവർക്ക് കിട്ടേണ്ട അവകാശമല്ലേ. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പറയുന്നു, ഈ 5-6 ലക്ഷത്തോളം അരിയർ കിട്ടാണ്ട് അതും കൂടെ ആയിരുന്ന 2 മക്കൾക്കായിട്ട് അങ്ങോട്ട് ഷെയർ മാറ്റി വെച്ചിരുന്ന 2 പിള്ളേരുടെ കാര്യങ്ങൾ നടക്കുമല്ലോ എന്നുള്ളത്. ഇപ്പം ഞാൻ കണ്ണടച്ചുകൊണ്ട് ഇതിനോട്ട് അങ്ങ് ഇറങ്ങിയാണ്. ഇടയതിന് വരുമ്പോൾ എങ്ങനെയാണോ എന്തോ പുള്ളിക്ക് ടെൻഷനാണ്. അതും കല്യാണ പ്രായമായിരിക്കുകയാണ്, അത് ടെൻഷൻ. ഒരു അവസ്ഥകൾ നോക്കിയുണ്ട് മനുഷ്യൻ്റെ. എന്താ ഈ സർക്കാർ ഇങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്? എവിടെ? അവരവരുടെ കുടുംബത്തിൽ, അല്ലാതെ എവിടെ? ഈ സാധാരണക്കാരുടെ ജനങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടി ജീവിക്കുന്നു. ഇവിടെ പ്രതികരണശേഷി ഇല്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രതികരിക്കണം. ഓരോരുത്തരും പ്രതികരിക്കാനുള്ള നല്ലൊരു അവസരം വരികയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ്. നല്ല അർഹതയുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ, സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ. എന്താണ് ഇവിടെ?
ഒരു സൈഡിൽ ഗുണ്ടായിസ രീതി, ഈ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ. സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്ന് പറയാൻ കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ദൂർത്ത് കാണിക്കത്തില്ലല്ലോ. ഇവരുടെ ആവശ്യങ്ങൾക്കെല്ലാം പൈസയുണ്ട്, പാവപ്പെട്ടവൻ്റെ ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല. അവർ പറയുന്നത് അങ്ങനെയാണ്, അരിയറൊന്നും കൊടുക്കാൻ പൈസ ഇല്ലെന്ന്. ഇവരുടെ ആവശ്യങ്ങൾക്ക് എവിടെ പൈസ? ഇപ്പം തന്നെ ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വായിച്ചത് കേട്ടു, മുഖ്യമന്ത്രിക്ക് 2 കാറുകൾ ഇവിടെ വാങ്ങി. ഇറങ്ങിപ്പോൾ അതിൻ്റെ 2-3 മാസമേ ഉള്ളൂ. അപ്പോൾ 1 കോടി 10 ലക്ഷം മുടക്കി 2 കാറെന്ന്. എന്തിന്? അപ്പോൾ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പറയാണ് അത് സുരക്ഷയുടെ ഭാഗമാണെന്ന്, അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. എന്ത് പ്രോട്ടോക്കോൾ? ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്ന കാറിന് എന്തൊരു കുഴപ്പമുണ്ടോ? അപ്പോൾ പറയുകയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇരിക്കുന്ന VIP-കൾക്ക് 3 വർഷത്തിൽ കൂടുതൽ കാർ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാൻ? നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ജനങ്ങളിത് മനസ്സിലാക്കണം. സാധാരണക്കാർക്കും ടെൻഷനില്ലാത്ത ഒരു ജീവിതം നേടിയെടുക്കണം, നേടിക്കൊടുക്കണം. അത് നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്, അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇപ്പം ഇടതുപക്ഷ അനുഭാവികളൊക്കെ നമ്മളെ ചീത്ത വിളിക്കും, അതൊന്നും കുഴപ്പമില്ലെന്നേ, വിളിച്ചോട്ടെന്നേ. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുകയാണ്. ഇതൊന്നും ശരിയായ രീതി അല്ല. എന്തുമാത്രം കാശ് ഇവർ അനാവശ്യമായിട്ട് വേസ്റ്റാക്കി കളയുന്നു. നമുക്ക് നോക്കിയാൽ ഡെയിലി പത്രം വായിച്ചാൽ നമുക്കറിയാം ഓരോരോ കാര്യങ്ങൾ. സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ നോക്കണേ. പുള്ളി കല്യാണം വിളിക്കാൻ സന്തോഷത്തോട് വന്ന് പുള്ളി ഈ ഫിനാൻഷ്യൽ കാര്യം ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. നോക്കണേ, 56 വയസ്സായ ഒരാൾ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും പുള്ളിക്ക് ഒരു സമാധാനമില്ല. ഇത് ഒരാളിൻ്റെ കഥയല്ല, ഇത് കഥയല്ല, നടക്കുന്ന സംഭവമാണ്. ഈ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ നല്ലൊരു ശതമാനം ആൾക്കാരുടെയും പ്രശ്നം ഇതൊക്കെയാണ്. ആരും പുറത്ത് പറയുന്നത്. എല്ലാവരും നോക്കുമ്പം ജോലിയെ കൊണ്ടുള്ള ടിപ്പ് ടോപ്പിൽ പോകണം, അങ്ങനെയൊന്നും അല്ല. വളരെ ദയനീയ അവസ്ഥയാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതിനൊന്നും നമ്മൾ വച്ചു പൊറപ്പിക്കരുത്. പ്രതികരിക്കണം. നിങ്ങൾ ആലോചിച്ച് ചെയ്യൂ, പ്രതികരിക്കൂ. നിങ്ങൾ അത് LDF ആയിരുന്നാലും UDF ആയിരുന്നാലും ആരായിരുന്നാലും സത്യസന്ധമല്ലാത്ത രീതിയിൽ കൂടെയാണെങ്കിൽ പ്രതികരിക്കണം.